ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പാമ്പിൻ്റെ ശല്യമാണ്. പാമ്പ് കടിയേറ്റു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഏതാനും മനുഷ്യരുടെ ജീവൻ നിർഭാഗ്യവശാൽ പൊലിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് വന്യജീവി ശല്യം നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. അതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണ്. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ ശല്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പാമ്പിൻ്റെ ശല്യം വർദ്ധിക്കുന്നത്? തീർച്ചയായിട്ടും അത് കഠിനമായ ചൂട് കാരണമാണ്. കഠിനമായ ചൂട് മൂലം ഈർപ്പമുള്ള പ്രദേശങ്ങളിലേക്ക് പാമ്പുകൾ സഞ്ചരിക്കുന്നു. നമ്മുടെ വീടും പരിസരവും ഈർപ്പമുള്ളതാണ് എങ്കിൽ വീടിൻ്റെ പരിസരത്തേക്കും പാമ്പ് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ കോഴിക്കൂട്, അതുപോലെ ആട്ടിൻകൂട്, പട്ടിക്കൂട്, അതുപോലെ വിറകുകൾ കൂട്ടിയിട്ടിരിക്കുന്ന കൂനകൾ, ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വീടിൻ്റെ അകത്ത് തറയിൽ കിടന്നുറങ്ങാതിരിക്കുക, ജനാലകൾ അടച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുക. വീടിൻ്റെ ഭിത്തിയിലേക്ക് വിറക് അല്ലെങ്കിൽ തെങ്ങിൻ്റെ മടക്കല അതുപോലെയുള്ള സാധനങ്ങൾ ചാരി വയ്ക്കുകയോ കോണികൾ ചാരി വയ്ക്കുകയോ ചെയ്താൽ രാത്രി കാലങ്ങളിൽ പാമ്പ് അതിലൂടെ ഇഴഞ്ഞ് കയറാൻ സാധ്യതയാണ്. ഇപ്പോൾ എല്ലാ വീടിൻ്റെയും സിറ്റ് ഔട്ടിലും അകത്തും പരിസരത്തും വീടിൻ്റെ ഭിത്തിയോട് ചേർന്നെല്ലാം ധാരാളം ചെടിച്ചട്ടികൾ സൂക്ഷിക്കുന്നുണ്ട്. ആ ചെടിച്ചട്ടിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയും ചെയ്യുമ്പോൾ നല്ല തണുപ്പ് അവിടെ അനുഭവപ്പെടുന്നത് കൊണ്ട് അവിടെയെല്ലാം പാമ്പ് വന്ന് ആ ചെടിച്ചട്ടിക്കകത്തും പരിസരത്തും തങ്ങാനുള്ള സാധ്യതയുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഷൂസ്, ഡ്രസ്സ് ഇതെല്ലാം പരിശോധിച്ച ശേഷം നമ്മൾ ധരിക്കുക. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ നല്ല വെളിച്ചമുള്ള ടോർച്ച് കയ്യിൽ കരുതിക്കൊണ്ടിറങ്ങുക. ചില പാമ്പുകൾ രാത്രിയാണ് സഞ്ചരിക്കുന്നത്, അതുപോലെ മറ്റു ചില പാമ്പുകൾ പകൽ സഞ്ചരിക്കുന്നവയുമുണ്ട്. നമുക്കോ അയൽവക്കത്തോ ഒരു പാമ്പ് കടിയേറ്റു, ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റ ആളെ നമ്മൾ ഭയപ്പെടുത്താൻ പാടില്ല. നിസ്സാരവൽക്കരിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിരുത്തുക. പാമ്പ് കടിയേറ്റ വ്യക്തി നടക്കാൻ പാടില്ല. എത്രയും വേഗം ഒരു വാഹനം എത്തിച്ച് അദ്ദേഹത്തെ ആൻറ്റിവെനം ഉള്ള, അതായത് പാമ്പ് വിഷ പ്രതിരോധ ചികിത്സയുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാ ആശുപത്രികളിലും ആൻറ്റിവെനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ മുൻകൂട്ടി നമ്മളുടെ പ്രദേശത്തുള്ള ഏതൊക്കെ ആശുപത്രികളിലാണ് ആൻറ്റിവെനം ചികിത്സയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കടിച്ച പാമ്പിനെ നമ്മൾ കൃത്യമായി കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറോട് ആ കാര്യം പറയാമൂ. അല്ലെങ്കിൽ ഏതാണ് പാമ്പ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഡോക്ടറോട് പറയണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്കും ഈ അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.